നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ വീണ്ടും തൻ്റെ കാൽമുട്ടിൽ ചികിത്സ തേടിയിരിക്കുന്നു. ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് സാൻഡോസിൻ്റെ കോച്ച് കുഖയാണ്. സാൻഡോസിന് ഇന്ന് ഫ്ലമിംഗോയുമായിട്ട് കളിയുണ്ടല്ലോ, നല്ല രീതിക്ക് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. നെയ്മർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും കോച്ച് കുഖ നെയ്മറുടെ കാര്യത്തിൽ പറയുന്ന വിശദീകരണം, നെയ്മർ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു മെഡിക്കൽ പ്രൊസീജിയറിന് വിധേയനായിട്ടുണ്ട്. അതിനെ തുടർന്ന് 4-5 ദിവസങ്ങൾ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു റിക്കവറി പ്രൊസീജിയറിലൂടെയാണ് അദ്ദേഹം അപ്പോൾ കടന്നുപോയത് എന്നുകൂടി ഇപ്പോൾ കോച്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ goal.com റിപ്പോർട്ട് ചെയ്തു, മറ്റെല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ESPN ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നെയ്മർ ജൂനിയർ ഒരു മെഡിക്കൽ പ്രൊസീജിയറിന്, അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൽ മെഡിക്കൽ പ്രൊസീജിയറിന് വിധേയനായിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്താണ് അദ്ദേഹം അതിന് വിധേയനായത്. അതുകൊണ്ട് തന്നെ 4-5 ദിവസക്കാലം അദ്ദേഹം റിക്കവറി ആയതുകൊണ്ട് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണിപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ മെഡിക്കൽ പ്രൊസീജിയർ എന്നുള്ളതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റാണ്, PRP ട്രീറ്റ്മെൻറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റീജനറേറ്റീവ് തെറാപ്പിയാണ്. അതിൽ താരത്തിൻ്റെ സ്വന്തം ബ്ലഡാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുവഴി ഹീലിംഗ് വേഗത്തിലാക്കുക, അതുപോലെ തന്നെ ജോയിൻറ്റ് ടിഷ്യൂസ് സ്ട്രെങ്തൻ ചെയ്യുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ പ്രൊസീജിയറിന് നെയ്മർ ജൂനിയർ വിധേയനായിരിക്കുന്നത്. തീർച്ചയായിട്ടും നെയ്മറുടെ ഒരു ഉദ്ദേശം, ഇത്തരം ട്രീറ്റ്മെൻറ്റുകളിലൂടെയുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹെവി വർക്കിലൂടെയാണ് ഇനി വരാനിരിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. 8 ബ്രസീലിയറോ സിരിയ മത്സരങ്ങളുണ്ട്, അതുപോലെ കോപ്പ ഡു ബ്രസീലിലെ മത്സരങ്ങളുണ്ട്. ഇതൊക്കെ വേൾഡ് കപ്പിന് മുമ്പ് കളിക്കണം. എന്നിട്ട് കാർലോ ആഞ്ചലോട്ടി ഇംപ്രസ് ചെയ്ത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. കോച്ച് കുക്ക ആ കാര്യവും വിശദീകരിക്കുന്നുണ്ട്, നെയ്മർ വേൾഡ് കപ്പിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന്. അതിൽ അദ്ദേഹം പറയുന്നത്, നെയ്മർ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം വെച്ച് അത് അച്ചീവ് ചെയ്തതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എനർജി ഇനിയൊരു 13 മത്സരങ്ങൾ കൺസിക്യൂട്ടീവായിട്ട് കളിക്കണം. അടുത്ത ബ്രേക്ക് വരെ അത്രയും മത്സരങ്ങളുണ്ട്. അതിനുവേണ്ടി കളിക്കാൻ എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ ഇത്തവണ കോച്ചിങ് സ്റ്റാഫും സൈക്കോളജിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും ഒക്കെ നെയ്മർ ജൂനിയർക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തുണ്ട് എന്നുകൂടി കുക്ക പറയുന്നു. ഏതായാലും നെയ്മർ തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. എങ്ങനെയും അദ്ദേഹത്തിന് വേൾഡ് കപ്പിന് പോകണം. സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.